ഇടയ്ക്ക് എന്തെങ്കിലും ചോറി എന്ത് ചെയ്യാൻ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ സാറുമാരെ കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? അല്ല, നിങ്ങൾ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ആണല്ലേ? ഞാൻ പുരുഷോത്തം പിള്ള, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ. അതെ, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. വീടൊരു പ്രശ്നമേ അല്ല. പക്ഷെ എനിക്ക് വലിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. സത്യം തുറന്നു പറയല്ല അനിയന്മാരെ, ഒരു തിമിംഗലം വന്ന് ചാടിയിരിക്കുകയാണ്. വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അവർക്ക് ആവശ്യം. തൽക്കാലം എന്റെ കസ്റ്റഡിയിൽ ഈ സാധനമില്ല. 2-3 ദിവസം അവരൊന്ന് പിടിച്ചു നിർത്തണം. തൽക്കാലം ഇതിനോടമസ്ഥന്മാർ നിങ്ങളാണെന്ന് ഞാൻ പറയും. നിങ്ങളത് സമ്മതിച്ചേക്കണം. ബാക്കിയുള്ള കളിയൊക്കെ ഞാൻ കളിച്ചോളാം. അതാണോ കാര്യം? ആ കാര്യം ഞങ്ങൾ ഏറ്റു. അതെ, ഏക്കം വരട്ടെ. അതെ, ഇത്ര ഫ്രാഡ് പരിപാടിക്കുന്ന ഞങ്ങളെ കിട്ടില്ല. അത് കളാ, ഞാൻ അവരെ വിളിക്കട്ടെ. 4 കോടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുരുഷോത്തം പിള്ളയായിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ഓക്കെ. എന്താ നിന്റെ ഉദ്ദേശം? വെറുതെ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോണ്ട കേട്ടോ. എടാ, ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാവുള്ള അവകാശം ഓസിന് കിട്ടി ആരെങ്കിലും വേണ്ടെന്ന് വെക്കടാ. ഞാൻ വേണ്ടാന്ന് വെക്കും. ഞഞ്ഞായി എന്ത്? വാ വാ. ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. ഹലോ, ഇവരുടേതാണ് പ്രോപ്പർട്ടി. പരിപാടി കഴിഞ്ഞാൽ ഉടനെ ഈ പാർട്ടി. അപ്പൊ പിന്നെ പറഞ്ഞതുപോലെ സാർ, നാളെ കാണാം. ഓക്കെ. കാലേ കയറ്റി കളിക്കണ്ട, അത് വേണ്ട. ഇത് വെച്ച് അണ്ണൻ ഒരു ചെത്ത് ചെത്തണം. എവിടുന്ന് പൊക്കി? റെസ്റ്റോറന്റിൽ അവരുമായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചില്ലേ, അപ്പൊ പൊക്കിയതാ. ഒന്നുമില്ലെങ്കിലും ഞാൻ അണ്ണന്റെ ശിഷ്യനല്ലേ. മുല്ലപ്പൂമ്പടി ഏറ്റു വിടക്കും പപ്പനുമുണ്ടാം ഒരു സൗരം. അടി കിട്ടുമ്പോൾ പപ്പൻ തന്നെ പല്ലിനുമുണ്ടാം ഒരു വൈരൂപ്യം. അല്ല, ഡ്രസ് നന്നായിട്ടുണ്ട്. കൊള്ളാമല്ലേ? ഇത് എവിടെ നിന്ന് കിട്ടിയതാ? ഇത് ഞാൻ ഇത് അണ്ണന്റെ സ്വന്തം ഷർട്ടാണ്. ശരി, എന്റെ മറന്നുപോയി പറയാൻ. ഞാൻ ഇന്നലെ ദാമോദരന്റെ കടയിൽ അലക്കാൻ കൊടുത്ത ഡ്രസ്സാണല്ലോ ഇത്. ഓപ്പൺ ദി ഡോർ. ഉള്ളു പ്രശ്നം. പ്രോബ്ലം. അയ്യ, അങ്ങനെ ഒരു മോശക്കാരനൊന്നുമല്ലേ. ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യമല്ലേ. ജോലി വാഗ്ദാനം ചെയ്ത് കാശ് വാങ്ങിച്ചിട്ട് ഇപ്പൊ ആളുമില്ല കാശുമില്ല. മുങ്ങിയായിരിക്കും. ഇവക്കറിയാം എവിടെയാ. സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ. ഞാനും നിങ്ങളെ പോലെ കാശ് കൊടുത്ത് ഇവിടെ ജോലിക്ക് കയറിയോളാ. എന്റെ കാശും പോയല്ലേ എന്റെ ഈശ്വര. ദാണ്ട വരുന്നത് ഇവരവിടുത്തെ ആൾക്കാർ. ദാണ്ട ഇവരവിടുത്തെ ബിസിനസ് എക്സിക്യൂട്ടീവ്. എന്താ എല്ലാരും കൂടെ ഇവിടെ? എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നമൊക്കെ പറഞ്ഞാടാ. ഈ ബിസിനസ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ ധരിച്ചിരിക്കണേ? മറ്റവന്മാര് ജോലി തരാന്ന് പറഞ്ഞ കാശ് മാറ്റി മുങ്ങിയിരിക്കുക. ആര് മുങ്ങിയെന്ന്? വേണ്ട, അതിലൊന്നും ഇവിടെ വേണ്ട. ഞങ്ങളുടെ പൈസ ഇപ്പൊ കിട്ടണം. എന്തൊക്കെ ഈ പറയുന്നത്? പോലീസ് കംപ്ലൈന്റ് എന്താ പ്രശ്നം? ഞങ്ങൾ നിരപരാധികളാ സാറേ. തട്ടിപ്പ് വിവരന്മാരെ നിന്നെയൊക്കെ കണ്ടാലറിയാമല്ലോടാ. കുട്ടിയാരാ? അത് ഈ കമ്പനിയിലെ കുട്ടിയാ. നിന്നോട് ചോദിച്ചില്ല. ഇവിടുത്തെ കുട്ടിയാ. നിന്നോടും ചോദിച്ചില്ല. സാർ എന്നെ രക്ഷിക്കണം സാർ. എന്റെ കാശ് കൂടെ കൊണ്ടാണ് കാലമാടന്മാര് പോയത്. എന്റെ കമ്പനി മലയൊക്കെ വിറ്റ പൈസയാണ് സാർ. അവർക്ക് ഈശ്വര ശിക്ഷ കൊടുക്കണേ. ഇപ്പതാ കമ്പനിയും പരിഹാരം ഉണ്ടാക്കാം. പൂട്ടി നടക്കാൻ ഇങ്ങോട്ടല്ല, അങ്ങോട്ട് പിന്നെന്താ പറയല്? ഞങ്ങളുടെ കാര്യം ഞാൻ മെഴുകിയിട്ട് ഇന്ന് തന്നെ വരാമെന്ന്. ഞാൻ നാളെ അല്ല, ഇന്ന് തന്നെ വരാം. ചേച്ചി പേടിക്കണ്ട, വേറൊരു ജോലി ചേച്ചിക്ക് ഞാൻ ശരിയാക്കി തരാം. ഞാൻ വാങ്ങിത്തരാം. ഇതെപ്പടി இருக்கு? അപ്പോൾ പ്രേമം മൂത്തപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ ലോഡ്ജിൽ റൂം എടുത്തു അല്ലേ? അതെ സാർ. എന്നിട്ടോ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഖാൻ. മോർണിംഗ്.
ചെരുപ്പ് പോരണ്ട, ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെരുപ്പിട്ട് കയറാം. ഭരണം മാറി അറിയില്ലേ? അല്ലേ ജാഫർ ഖാൻ? ഞങ്ങളുടെ ഭരണം വന്ന ശേഷം സാമൂഹ്യ വിരുദ്ധയുടെ ശല്യം കുറഞ്ഞിട്ടില്ലേ? ഇല്ല, കൂടിയിട്ടേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇന്നലെ രാത്രി ഇഴുകിച്ചേരാൻ മുറിയെടുത്തോ, അത് കണ്ടില്ലേ? ജോലി തട്ടിപ്പ് വീരന്മാർ കുറഞ്ഞിട്ടുണ്ട് പോലും. അയ്യോ സാറേ, ഇവരെ എന്റെ കക്ഷികളാ, പാവങ്ങളാ, പറ്റ പാവങ്ങളാ സാറേ. Stupid. ഇവരെ ഇറക്കിക്കൊണ്ട് പോകാൻ വന്നതാ ഞാൻ. അയ്യോ, സാറിന്റെ കക്ഷികളാണോ? അറിഞ്ഞില്ല, ക്ഷമിക്കണം സാർ. ആ രണ്ടുപേരെ വെളിയിൽ ഇറക്കി വിടണം സാർ. ഒന്ന് വേഗം തുറക്കണം. നീ എവിടേക്കാ? നീ എവിടെ നടന്നാ മതി. അയ്യോ, നല്ല വേദന ഉണ്ടാവും. സോറി, അറിയാതെ ഇടിച്ചു പോയതാ. അറിയാതെ ഒന്നുമല്ല. വേണമെങ്കിൽ ഇതാ തന്റെ പോക്കറ്റോട്ട്. ശരിക്കും ഇടികൊണ്ടല്ലേ? നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയി ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും എല്ലാം കഴിച്ചോ? അതാണ് പുരുഷന്റെ കഴിവ്. എന്തുവാടാ ഇതൊക്കെ? സൂക്ഷിച്ചു ഒന്ന് നിന്നേ. ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും നിങ്ങൾക്ക് നാളെ കഴിക്കാം. അതെ അതെ. പഴുവേലിയേ, എന്തോ? ആ കണക്കൊക്കെ ഒന്ന് നോക്കിക്കേ. പോകാൻ വരട്ടെ. ടാക്സി ചാർജ് 150 രൂപ, ഡ്രസ് വാഷ് ഒരു 35 രൂപ, പിന്നെ ടീ 40 രൂപ, പിന്നെ സെക്രട്ടറിയുടെ ചാർജ് 150 രൂപ. മൊത്തം എത്രയായി? അങ്ങനെ എല്ലാം കൂടെ ഒരു 550 രൂപ. എക്സ്ക്യൂസ് മീ, റൂം നമ്പർ 9 കീ തരൂ. ലഗേജ് അല്ല, കീ. വലിയ 2 ഓഫീസർമാര് 300 രൂപ അഡ്വാൻസ് തന്നിട്ട് ഒരാഴ്ചയായി കിടന്ന് കറങ്ങുന്നു. രണ്ടിന് ഈ പരിസരത്തിന് കണ്ടുപോകരുത്. എടുത്തെറിയണ്ട, പൊട്ടുന്ന സാധനങ്ങൾ അതില്. ഹലോ, പോലീസ് സ്റ്റേഷൻ ഒന്ന് കണക്ട് ചെയ്യൂ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. വേണ്ട വേണ്ട. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. നീ വെച്ചോ, എന്തായാലും ഞാൻ വരുന്നില്ല. പിന്നെന്ത് ചെയ്യും? അവന്മാർക്ക് കൊടുത്ത ആ 1 ലക്ഷം രൂപ എങ്ങനെയും തിരിച്ചു വാങ്ങിക്കണം. അവരെ കണ്ടുപിടിക്കുന്നവരവിടെ നിൽക്കണ്ടേ? അതിന് നിന്റെ കയ്യിൽ കാശുണ്ടോ? പിന്നെ എനിക്കിവിടെ കള്ളങ്ങോട്ടടിയില്ലേ? എന്റെ അവിടെ നിന്ന് കാശ്. നല്ല വിശപ്പുണ്ട് എനിക്ക്. ആ പറഞ്ഞ സംഭവം എനിക്കുണ്ട്. എന്തോന്നാ വിശപ്പ്? ഓ, നിനക്ക് അത് മാത്രമല്ലേ ഉള്ളൂ. എന്തുവാടാ? ദുഃഖഭാരം ചുമക്കുന്ന ദുശഗുണമാണു ഞാൻ. തില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ എന്നെ. നീ ഇവിടെ ഇരിക്കി, ഞാനിപ്പോ വരാം.